ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് വാമന്നൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സൈക്കോ ത്രില്ലർ ഹോറർ ടൈപ്പിലുള്ളൊരു സിനിമയാണ്. അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ OTT റിലീസിന് ശേഷമുള്ള ഒരു റിവ്യൂ ആയിട്ട് കൂട്ടിയിരുന്നാൽ മതി. ഈ സിനിമ 2022 ഈ സിനിമ റിലീസ് ചെയ്തത്. ഞാൻ ഇന്നാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും റിവ്യൂ ചെയ്യുന്നത്. അത് വേറെ വിഷയമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വാമനനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മെയിനായിട്ട് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്, അറിയപ്പെടാത്ത ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അറിയപ്പെടുന്നവരെ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതായത് ഇന്ദ്രൻസ്, സീമാജി നായർ, ബൈജു, നിർമ്മൽ പാലാഴി ഇവരൊക്കെയാണ് പ്രധാനമായ വേഷങ്ങൾ ഇതിലെത്തുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സൈക്കോ ത്രില്ലർ ടൈപ്പുള്ളൊരു മൂവിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റോറി എലമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു. കുറച്ചും കൂടെ ഡെവലപ്ഡാക്കി എടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് സംവിധായകൻ്റെ ഒരു AB ബിനിൽ എന്നാണ് സംവിധായകൻ്റെ പേര്. ഇദ്ദേഹമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഈ സ്ക്രിപ്റ്റിനോട് നീതി പുലർത്തണമെന്ന് തോന്നിപ്പോയി. കാരണം ഭയങ്കരമായ ഒരു സ്റ്റോറി തീമൊക്കെ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഒരു നീതി പുലർത്തിയിട്ട് തോന്നിയില്ല. കാരണം നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊത്ത രീതിക്കുള്ള കുറച്ച് സീക്വൻസോ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ നടന്നില്ല. ഒരു ആവറേജ് ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ പോണതായി തോന്നിപ്പോയി. നല്ല ഒരു എലമെൻറ്റിൻ്റെ ഒരു സ്റ്റോറി കണ്ടിന്യൂഷനും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോററാണോ അല്ലെങ്കിൽ സൈക്കോ കില്ലറാണോ എന്നുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഏച്ച് കെട്ടിയൊരു ഇതായിട്ടാണ് തോന്നിപ്പോയത്. കാരണം അത്രയ്ക്കൊരു മികച്ച ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഈ സിനിമയുടെ പ്രധാനമായിട്ട് പറയേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് ലെവൽ സൂപ്പർ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജുവിൻ്റെ പെർഫോമൻസാണ്. ബൈജുവിൻ്റെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നേക്കുന്ന വില്ലൻ അതാരെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. വളരെ ദയനീയമായ മോശമായ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. ഒരു മെയിൻ വില്ലനെ കാണിക്കുന്ന സീനിലൊക്കെ അയാൾ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. ഈ സംവിധായകൻ ഒരു മിനിമം ആ സ്ക്രിപ്റ്റിനോട് നമുക്ക് നീതി പുലർത്തി പിന്നെ ഒരു നല്ല കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ഡെവലപ്ഡ് എടുക്കാറുണ്ടെങ്കിൽ പുതുമുഖ സംവിധായകനെ കാണുമെന്ന് വെച്ചാൽ അതറിയത്തില്ല. അതിൻ്റെ ഒരു പോരായ്മകളോ കാര്യമെന്ന് വെച്ചാൽ എന്നിരുന്നാലും ഈ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നിരാശപ്പെട്ടിരിക്കുകയാണ് പോയിരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. പിന്നെ സിനിമ കണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അതിന് ഇന്ദ്രൻസും അത്രയ്ക്കൊരു പെർഫോമൻസ് ബേസിൽ കൂടെ ഈ സിനിമ പ്രേക്ഷകരെ പിടിച്ചെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ബൈജിൻ്റെ പെർഫോമൻസ്, സീമാജി നായർ, പിന്നെ അവരുടെ മകളെത്തുന്ന ദിൽഷാന, ഇവരുടെയൊക്കെ പെർഫോമൻസുകളൊക്കെ അത്യാവശ്യം കൊള്ളാമെന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചിരിക്കുന്ന ഒരു കഥയുടെ എലമെൻ്റ് കണ്ട സംഭവം ഞാൻ കരുതി ഭയങ്കര സിനിമയായിരിക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒട്ടും നീതി പുലർത്തിൽ നിന്നാണെങ്കിൽ പറയണ്ട, ആ രീതിക്കുള്ള ഒരു റേഞ്ചിൽ പോയി ഈ പടം പോയില്ല. ഭയങ്കര നിരാശപ്പെടുത്തിയ പടമായി. ഇപ്പോൾ പടത്തിൻ്റെ ലെങ്ത്തൊക്കെ വളരെ കുറവാണ്. ഒരുപാട് വളരെ ഷോർട്ട് ലെങ്ത്തിലാണ്. 1 മണിക്കൂറോ 36 എത്രയോ മിനിറ്റൊക്കെ പടമൊക്കെ ഉള്ളൂ. വളരെ ലെങ്ത്തും വളരെ കുറവാണ് പടത്തിന്. പക്ഷേ ഈ ഒരു കഥാ എലമെൻറ്റ് വെച്ച് കുറച്ചും കൂടെ നന്നായിട്ട് ഈ സിനിമ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നിപ്പോയി. സംവിധായകൻ ഇനിയെങ്കിലും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ നേരത്ത് അനുസരിച്ചുള്ള ഒരു കഥാ പശ്ചാത്തലത്തിൽ കൂടെ നീതി പുലർത്തി വേണം കൊണ്ടുപോകണമെന്ന് തോന്നിപ്പോയി. കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് ഇപ്പോൾ നിങ്ങൾ മാറ്റി കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നിപ്പോയത്. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റിനെ നിങ്ങൾ എടുത്ത് നശിപ്പിച്ചതുണ്ടെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. അത്ര എനിക്ക് പറയാൻ വേണ്ടി പറ്റും. വളരെ മോശമായ ഒരു അനുഭവമായിപ്പോയി സിനിമ കണ്ടപ്പോൾ. സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകെ കഥയുടെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ വേറെ എവിടെയോ ആയിപ്പോയി എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത സിനിമയൊക്കെ വരാൻ നേരത്ത് AB ബിനിൽ എന്ന സംവിധായകൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. പെർഫോമൻസ് ബേസിൽ ഒരു ഷോർട്ട് തിരക്കഥയാണെങ്കിൽ പോലും എല്ലാവരും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വന്നവരും പിന്നെ വില്ലൻ്റെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്. വില്ലൻ ആദ്യം പറഞ്ഞാൽ അദ്ദേഹം പോലീസ് വേഷം നിൽക്കാൻ മാത്രം കൊള്ളായിരുന്നു. പിന്നെ വില്ലനാണെന്നുള്ള ഇൻട്രൊഡ്യൂസിങ് കാര്യം ചെയ്യുന്ന സമയത്ത് വളരെ മോശമായ ഒരു ആയിട്ടാണ് തോന്നിയത്. പടത്തിൽ ഇന്ദ്രൻസ് നന്നായിട്ട് കുറച്ച് മൂവ്മെൻറ്റൊക്കെ ഇട്ട് നമ്മളെ ത്രില്ലിങ് ആക്കുന്നുണ്ടെങ്കിൽ പോലും സ്ക്രിപ്റ്റ് ഇല്ല. പടത്തിന് സ്ക്രിപ്റ്റ് ഭയങ്കര മോശമായിട്ട് തോന്നിപ്പോയൊരു കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വാമനൻ ഒരു നിരാശപ്പെടുത്തിയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ തന്നെ പറയാം. ആരും കാണണ്ട. പിന്നെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ വേണമെങ്കിൽ പോയി നോക്കാവുന്ന ഒരു ഇതായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഭയങ്കര നിരാശപ്പെടുത്തിയ പടമായിപ്പോയി. ഞാൻ ഇതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളും കണ്ട സമയത്ത് ഒരു ഫാമിലി സിനിമയായിരിക്കും, ഒരു കോമഡി സിനിമയായിരിക്കും എന്നൊക്കെയുള്ള രീതിക്കൊക്കെയാണ് തോന്നിപ്പോയത്. അങ്ങനെ എടുത്തെങ്കിൽ പോലും പിന്നെ ഒരു ക്ലിക്കായി. ഇതൊരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ ഒരു ഹോറർ രീതി കൊണ്ടുവന്നിട്ട് ആ ഒരു ആദ്യമേ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് പിന്നെ അങ്ങ് പോകെ ഈ കാണിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനോ കാരണം വരാത്ത രീതിക്കായിപ്പോയി എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ നിരാശപ്പെടുത്തിയ അനുഭവമായിപ്പോയി വാമനൻ എന്ന സിനിമ. പിന്നെ
ഇത്ര മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ടും കാണുമെന്ന് ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് കാണാൻ വേണ്ടി പറ്റും. വളരെ മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിപ്പോയത്. അപ്പോൾ ഇത്ര മാത്രമേ വാമനനെ പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ മറ്റു സിനിമയുടെ ഒരു വിഷയം കണ്ടത് ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമയുടെ വിഷയം ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.